നമ്മുടെ കിഡ്നി ക്ലീൻ ആവാൻ നമ്മൾ എന്തോരം വെള്ളം കുടിക്കണം? കിഡ്നി ക്ലിയർ ആവാൻ എത്രത്തോളം വെള്ളം കുടിക്കുന്നത് വെച്ചാൽ അപ്പോൾ അതിനൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 30 ml/kg എന്നൊക്കെ നമ്മൾ റഫ്ലി പറയും. പക്ഷെ അത് നമുക്ക് അളന്ന് നോക്കി ഈ 30 ml/kg ആവുന്നുണ്ടോ എന്നൊരു ദിവസം എന്നൊക്കെ നമുക്ക് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഇപ്പം എല്ലാവരും പറയുന്ന നമ്മുടെ മൂത്രത്തിന്റെ കളറിനനുസരിച്ച്, അതായത് വെള്ളം നന്നായി കുടിച്ച് യൂറിൻ അങ്ങ് പച്ച വെള്ളം പോലെ ക്ലിയർ ആയാലാണ് വെള്ളം കുടി നോർമൽ എന്നൊരു രീതിയിലൊരു ധാരണയുണ്ട്. പക്ഷെ തെറ്റാണ്. നമുക്കൊരിക്കലും മൂത്രത്തെ ഒരു പച്ചവെള്ളം പോലെ ഒരു ക്ലിയർ ലിക്വിഡ്, ഒരു ക്ലിയർ ഫ്ലൂയിഡ് ആക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് ഓവർ ഹൈഡ്രേഷൻ, അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ എപ്പോഴും ഒരു സ്ട്രോ കളേർഡ് എന്നൊക്കെ പറയും, ഒരു ഇളം മഞ്ഞ ആ ഒരു കളറിലൊക്കെയുള്ള യൂറിനാണ് ഏകദേശം നമ്മളൊരു നോർമലായി കണക്കാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കളറിലാണ് നിങ്ങളെ യൂറിൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആണ്. പിന്നെ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ ടെമ്പറേച്ചർ, പുറത്തുള്ള ചൂട്, നമ്മുടെ ആക്ടിവിറ്റി ലെവല്, അങ്ങനത്തെ ഒരുപാട് പിന്നെ ചില അസുഖങ്ങളുള്ള ആൾക്കാരിൽ, ഇപ്പം ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ ഒക്കെ ഉള്ളവർ ചിലപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാൻ പറയും. അപ്പോൾ അത് ആൾക്കാർക്ക് അനുസരിച്ച് ഓരോ കണ്ടീഷനിൽ അത് മാറിക്കൊണ്ടിരിക്കെങ്കിലും ഇൻ ജനറൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇളം മഞ്ഞ എന്നൊരു ലെവലിൽ ഒരു സ്ട്രോക്ക് കളർ, ആ ഒരു കളറാണ് ഒരു അഡിക്വേറ്റ് ഹൈഡ്രേഷൻ കാണിക്കുന്നത്. അല്ലാതെ മൂത്രം ക്ലിയർ ആവുന്ന വേറെ വെള്ളം കുടിക്കണമെന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സോഡിയം കുറയാനും ബോഡിയിൽ നീര് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.